നമസ്കാരം. രാജ്യം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മണ്ഡല പുനർനിർണയ ബില്ലിൽ പാക് അധീന കശ്മീരിനെ ഉൾപ്പെടുത്തിയുള്ള നിർണായക നീക്കം വെളിപ്പെടുത്തി ബിജെപി നേതാവ് ബുറാ നസയ്യ ഗൌഡ്. പാക് അധീന കശ്മീരിലെ ജനങ്ങൾക്ക് വോട്ടവകാശം ഉറപ്പാക്കുന്നതിനൊപ്പം ലോക്സഭയിലും രാജ്യസഭയിലും അവർക്കായി സീറ്റുകൾ നീക്കിവെക്കുന്നത് ബില്ലിലെ പ്രധാന സവിശേഷതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. NIA ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പാക് അധീന കശ്മീർ തിരിച്ചുപിടിക്കുക എന്നത് ജാതി മതഭേദമന്യേ ഓരോ ഇന്ത്യക്കാരന്റെയും സ്വപ്നമാണെന്ന് നസയ്യ ഗൌഡ് ചൂണ്ടിക്കാട്ടി. നിയമപരമായും ഭരണഘടനാപരമായും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ഈ പ്രദേശം തിരികെ ലഭിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ ഈ ബില്ല് വഴിയൊരുക്കും. കഴിഞ്ഞ 77 വർഷമായി ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട POKയിലെ ജനതയ്ക്ക് വോട്ടവകാശം ലഭ്യമാക്കുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. എന്നെങ്കിലും ഈ പ്രദേശം ഭാരതത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ വരുമെന്നും അന്നു മുതൽ അവരുടെ പ്രതിനിധികൾക്ക് ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇരിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മണ്ഡല പുനർനിർണയ പ്രക്രിയയിൽ സാധാരണയായി നിലവിലുള്ള മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുകയാണ് പതിവ്. എന്നാൽ പാക് അധീന കശ്മീരിനെ കൂടി പരിഗണിക്കുന്നതിലൂടെ ഈ പ്രദേശത്തിന്മേലുള്ള ഇന്ത്യയുടെ പരമാധികാരം ഒരിക്കൽ കൂടി ആഗോളതലത്തിൽ ഉറപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. നയതന്ത്രപരമായും ഈ നീക്കം അതീവ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. POK ഇന്ത്യയുടെ ഭാഗമാണെന്ന ഔദ്യോഗിക നിലപാടിന് നിയമപരമായ കൂടുതൽ കരുത്തു നൽകാൻ ഈ ബില്ലിലെ വ്യവസ്ഥകൾ സഹായിക്കും. വരും തലമുറയ്ക്ക് POKയിലെ ജനങ്ങളുമായി ജനാധിപത്യപരമായി സംവദിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും BJP കരുതുന്നു. മണ്ഡല പുനർനിർണയ ബില്ലിനൊപ്പം തന്നെ വനിതാ സംവരണ ബില്ലിലെ ഭേദഗതികളും പാർലമെന്റിൽ സജീവ ചർച്ചയാവുകയാണ്. സെൻസസ് നടപടികൾ പൂർത്തിയായാൽ മാത്രമേ വനിതാ സംവരണം നടപ്പിലാക്കാൻ സാധിക്കൂ എന്ന നേരത്തെയുള്ള നിബന്ധന നീക്കം ചെയ്യാനാണ് സർക്കാർ നീക്കം. കഴിഞ്ഞ വ്യാഴാഴ്ച വനിതാ സംവരണ ബില്ലിലെ ഈ ഭേദഗതികളെക്കുറിച്ച് ലോക്സഭയിൽ 12 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചയാണ് നടന്നത്. സംവരണം എത്രയും വേഗം നടപ്പിലാക്കണമെന്ന പൊതുവികാരം പരിഗണിച്ചാണ് സെൻസസ് കടമ്പ ഒഴിവാക്കാൻ സർക്കാർ തയ്യാറായത്. വനിതാ സംവരണം ഉടൻ നടപ്പിലാക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് വലിയ ഊർജ്ജം നൽകുമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. മണ്ഡല പുനർനിർണയം കൂടി പൂർത്തിയാകുന്നതോടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങൾക്കായിരിക്കും രാജ്യം സാക്ഷ്യം വഹിക്കുക. POK വിഷയം ബില്ലിൽ ഉൾപ്പെടുത്തിയത് പ്രതിപക്ഷ നിരയിലും വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ദേശീയ സുരക്ഷയും അഖണ്ഡതയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോട് പ്രതികരിക്കുന്നത്. വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഈ വിഷയം പ്രധാന ചർച്ചാ വിഷയമാകുമെന്നും ഉറപ്പാണ്. പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കുന്ന ഈ ബില്ലുകളിലൂടെ ഭരണഘടനാപരമായ പുതിയ നിർവചനങ്ങൾക്കാണോ സർക്കാർ ശ്രമിക്കുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നുണ്ട്. സ്ത്രീകളുടെ പ്രാതിനിധ്യവും POKയുടെ വീണ്ടെടുപ്പും ഒരുപോലെ ലക്ഷ്യം വയ്ക്കുന്ന നീക്കമാണ് മോദി സർക്കാരിൻ്റെതെന്നും ചുരുക്കം. പാക് അധീന കശ്മീരിനെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാഗമാക്കാനുള്ള നിയമപരമായ നീക്കവും വനിതാ സംവരണം വേഗത്തിലാക്കാനുള്ള ഭേദഗതികളും രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. POKയുടെ മേലുള്ള ഇന്ത്യയുടെ അവകാശം കേവലം പ്രസ്താവനകളിൽ ഒതുക്കാതെ ഭരണഘടനാപരമായ കരുത്തു നൽകാനാണ് മണ്ഡല പുനർനിർണയ ബില്ലിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. ഇതോടൊപ്പം സെൻസസ് കാത്തു നിൽക്കാതെ വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള നീക്കം സ്ത്രീ ശാക്തീകരണത്തോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയായും വിലയിരുത്തപ്പെടുന്നുണ്ട്.